ഹലോ, ഹായ്. എൻ്റെ പേര് ഹാഷിം. വി ആർ ക്രിയേറ്റീവ് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിവിടെ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ റോഡിൽ ഈ എന്താ പറയുക, മരിച്ചെടുക്കുന്ന പട്ടിക്കുട്ടികൾ, അതുപോലെ പൂച്ച, കാക്ക, എലികളൊക്കെ. അതായത് നമ്മുടെ പല ആളുകളുടെയാണ് അശ്രദ്ധ കൊണ്ട് ആ ജീവനുകൾ പോവുകയാണ് റോഡിലൂടെ. ഇപ്പോൾ റോഡ് മുറിച്ചെടുക്കാൻ ശ്രമിക്കുന്ന ഇപ്പം പൂച്ചക്കുട്ടികളായിരിക്കും, നായ്ക്കുട്ടികളായിരിക്കാം. നിങ്ങളുടെ അശ്രദ്ധ കൊണ്ട്, നിങ്ങളുടെ അമിത വേഗത കൊണ്ട് അതിനെ തട്ടിത്തെറിപ്പിച്ച് നിങ്ങൾ അതിനെ കൊല്ലുമെന്ന് തന്നെ പറയാം. അങ്ങനെ തന്നെ പറയേണ്ടി വരും. സോ അങ്ങനെ കൊന്നിട്ട് നിങ്ങൾ യാത്ര തുടരുകയും ചെയ്യും. അതിനൊന്ന് മാറ്റാൻ പോലും നിങ്ങൾക്ക് സമയമില്ല. അപ്പോൾ അങ്ങനത്തെ ഇൻസിഡൻറ്റിനെ കുറിച്ചാണ് ഞാൻ പറയാം. അതുമാത്രമല്ല, റോഡിൻ്റെ ശോചനീയാവസ്ഥ, അതേക്കുറിച്ചും ഞാൻ അന്ന് വീഡിയോയിൽ പറയാൻ ശ്രമിക്കുന്നത്. ഞാൻ അന്ന് 2 ഇൻസിഡൻറ്റും ഞാൻ അന്ന് ഡയറക്റ്റ് ഫേസ് ചെയ്ത ഒരാളാണ്. രാവിലെ ഞാൻ കോഴിക്കോടാണ് എൻ്റെ നാട്. അപ്പോൾ ഞാൻ അന്ന് രാവിലെ ടൗണിൽ സിറ്റി പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ പോണ വഴിക്ക് മാങ്കാവ് ലുലുമാൾ, എല്ലാവർക്കും അറിയാം കോഴിക്കോട് ലുലുമാളിൻ്റെ സൈഡിലുള്ള റോഡിൻ്റെ ശോചനീയാവസ്ഥ ആദ്യം പറയാം. റോഡിൽ വലിയൊരു കുഴി ഉണ്ടായിരുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ പല ആളുകളും പറയുന്നുണ്ട്, ചില റോഡിലൂടെ പോകുമ്പോൾ തന്നെ ഈ കുണ്ടും കുഴി ഏതാണെന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥയാണ് ചില റോഡുകളുടെ അവസ്ഥ. ഭയങ്കര ഡേഞ്ചറാണ്. അപ്പോൾ അതിന് ഡാൻസ് കളിച്ചിട്ട് പോകുന്ന ആളുകൾ പറയുന്നത്, ബൈക്കിലായിരിക്കും കാറിലായിരിക്കും പോകുമ്പോൾ. അപ്പോൾ ഇതൊന്ന് കണ്ട സത്യത്തിൽ ഞാൻ കണ്ടപ്പോൾ ഷോക്കായി പോയി. അപ്പോൾ ഇന്നലെ അവിടെ എന്ത് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇന്ന് ഞാൻ കണ്ട ഇൻസിഡൻറ്റ് ഭയങ്കര ഡേഞ്ചറാണ്. വെച്ചാൽ ഇന്നിപ്പോൾ മഴ ഇല്ലായിരുന്നു രാവിലെ മുതൽ. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് കുഴി എനിക്ക് കറക്റ്റ് ഇടയ്ക്ക് കാണാൻ പറ്റിയത്. സത്യം ഷോക്കായി പോയി. അതിൽ ഒരു സാധാ സ്കൂട്ടറോ ബൈക്കോ വേറെ ഏത് വണ്ടികളായിരിക്കും കറക്റ്റ് അത് സ്പീഡിലൊരു ഇതിൽ വന്നിട്ടുണ്ടെങ്കിൽ നേരെ കുഴിയിലേക്ക് തെറിച്ചു പോകുന്ന ഉറപ്പാണ്. പ്രത്യേകിച്ച് ബൈക്കും അദ്ദേഹം പറഞ്ഞു, കാറിൽ വന്ന ബൈക്കും അതുപോലെ ചില സ്കൂട്ടറായാലും ചെറിയ സൈക്കിളായാലും ചില വണ്ടികളൊക്കെ ആയാലും സ്റ്റഡി വെക്കുന്ന ഉറപ്പാണ്. ജാതി കുഴിയാണ് അവിടെ ഉള്ളത്. അത് എനിക്ക് ആദ്യം മനസ്സിൽ തോന്നിയ കാരണം വെച്ചാൽ, ഈ കുഴിയിൽ വീണ്ടും നമുക്ക് എന്തെങ്കിലും പറ്റുകയുണ്ടെങ്കിൽ, ഇപ്പോൾ ഞങ്ങളിപ്പം ഉദാഹരണം പറയും, ഇപ്പോൾ ഞാനും എൻ്റെ ഫാമിലി, അല്ലെങ്കിൽ വേണ്ട നിങ്ങളെ ഫാമിലിയായിട്ടോ, നിങ്ങളുടെ അച്ഛനമ്മയായിട്ടോ, അല്ലെങ്കിൽ നിങ്ങളെ വൈഫായിട്ടോ. അപ്പോൾ വൈഫ് പ്രഗ്നൻ്റ് ആയിരിക്കാം, ചിലപ്പോൾ ചില രോഗികളൊക്കെ ഉണ്ടാവുമല്ലോ. നിങ്ങൾ ബൈക്കിൽ പോകേണ്ട ആംബുലൻസായിട്ട് പോകേണ്ട ഒരു ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ആ കുഴിയിൽ വീണുണ്ടെങ്കിൽ ആര് സമാധാനം പറയും? എല്ലാവരും പറയും നമ്മളെ ശ്രദ്ധ കൊണ്ടാണ് പറ്റിയെന്ന് പറയും. ഓക്കെ, നമ്മളെ ശ്രദ്ധ കൊണ്ട് പറ്റി. പക്ഷെ അതല്ലല്ലോ, ആ കുഴി അടയ്ക്കുന്ന ഉത്തരവാദിത്തം നമ്മുടെ കോഴിക്കോട് കോർപ്പറേഷനാണ്. അത് അവർ കാര്യത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സംഭവം വരില്ല. അവർ പറഞ്ഞു വെച്ചാൽ, ഇപ്പോൾ എല്ലാവർക്കും അറിയാം, മഴക്കാലം വരുമ്പോൾ കുഴികളുണ്ടാകും. അവർ പറയും അത് മഴ കഴിഞ്ഞിട്ട് ഞങ്ങൾ അടച്ചോണ്ടെന്ന് പറയും. ഇത് ജസ്റ്റ് ഒരു കുഴി. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ കഴിഞ്ഞ് കുറച്ച് നാൾക്ക് മുമ്പ് ഈ കുഴി ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. വേറെ എന്തെങ്കിലും ആവശ്യം ചെറിയ ഇതിൽ കുഴിച്ചാണ്. പിന്നെ ഇത് ഇത്രയും വലിയ കുഴിയ സംഭവം ശ്രദ്ധിച്ച് വരട്ടപ്പോഴാണെങ്കിൽ പറയാൻ പറ്റില്ല. എന്നുവെച്ചാൽ അല്ലെങ്കിൽ പറയാം, കുറച്ച് സ്ഥലം മഴയാണ്. ഞാൻ ബൈക്ക് തന്നെ പോകുന്നതാണല്ലോ, പക്ഷേ ഞാൻ ശ്രദ്ധിക്കാൻ പറ്റാത്ത ദൃശ്യമാണ്. രാവിലെ അറിയാമല്ലോ, നല്ല തിരക്കായിരിക്കും മാങ്ക ജംഗ്ഷനിൽ വേണ്ടി. പക്ഷേ ഇന്ന് കറക്റ്റ് അത് കണ്ടു. ഞാൻ അതിൽ ഷോക്കായി പോയി കണ്ടപ്പോൾ തന്നെ. ഞാൻ ചിന്തിച്ച കാര്യം അതാണ്. ഇപ്പോൾ ഇതിലിപ്പോൾ വീണ്ടും എന്തെങ്കിലും ഇപ്പോൾ ഇന്നത്തെ കാര്യം പറയുന്നത്, ഇപ്പോൾ ഇന്നിപ്പം ആ കുഴിയിൽ വീണ്ടും എന്തെങ്കിലും ആർക്കെങ്കിലും അപകടം പറ്റുകയുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു സമാധാനം പറയും. നമുക്ക് അതിൽ വരുന്ന ഹോസ്പിറ്റൽ എക്സ്പെൻസും മറ്റുള്ള കാര്യങ്ങളൊക്കെ, ഇപ്പോൾ നമ്മൾ ഇപ്പം ബൈക്കായാലും എന്ത് വണ്ടിയായാലും അത് റിപ്പയർ ആവും. അതിന് പണിച്ചെലവ് വരും. പിന്നെ നമുക്ക് അതിൻ്റെ ഹോസ്പിറ്റൽ കേസ് ഇതൊക്കെ വഹിക്കും ഈ കൊണ്ട് കോർപ്പറേഷൻ കൊടുക്കും. ഇത് സംബന്ധിച്ച് ഇവർക്ക് പ്രശ്നമൊന്നുമില്ല. ഇവർക്ക് വന്ന് നഷ്ടപ്പെടാനുള്ളത്. ഇവർക്കിപ്പോൾ ഇതിനും ജനങ്ങളുടെ ജീവൻ ഇവർ പുല്ല് വരെ എന്ന് പറയുന്ന പോലെയാണ് ഇപ്പോൾ അവസ്ഥ. ഞാൻ ഒപ്പാണ്ട് പറയണം. പക്ഷെ എനിക്ക് കണ്ട് അങ്ങനെ സങ്കടം തോന്നുന്ന ഇൻസിഡൻ്റാണത്. അപ്പോൾ ഞാനത് ആ സമയത്ത് എനിക്കത് ഫോട്ടോ എടുക്കാൻ പറ്റില്ല. ഞാൻ തിരിച്ചു വരുന്ന ഞാൻ നോക്കുമ്പോൾ അത് ആരും മണ്ണിട്ട് മൂടിയിട്ടുണ്ട്. അത് നല്ല കാര്യം. അത് ചെയ്ത ആരായാലും അവർക്ക് ഞാൻ താങ്ക്സ് പറയണം. സോ നല്ലത് നമ്മൾ നല്ലതെന്ന് തന്നെ പറയണം. ശരിയാണ്, ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പറയാണ്. അത് താങ്ക്സ് ഞാൻ പറയുന്നത്. പക്ഷേ ആ കുഴി എത്ര സമയം കൊണ്ട് മൂടുമെന്ന് പറയും. സംബന്ധിച്ചാൽ ആ സമയത്ത് മഴയില്ലായിരുന്നു. ഇതിപ്പോൾ ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് മഴയില്ല. ഇതിപ്പം വൈകുന്നേരം നൈറ്റ് ആകുമ്പം നല്ല മഴ പെയ്തിട്ടുണ്ട്. നല്ലൊരു സ്ട്രോങ്ങിൽ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ആ മണ്ണ് മൊത്തം ഒലിച്ചിട്ട് പോകും. പിന്നെ വീണ്ടും അതേപോലെ ആ കുഴി അതേപോലെ അവിടെ കിടക്കും. ആ കുഴിയിൽ വരുന്ന രാത്രികളിൽ വരുന്ന ആളുകളുണ്ടാവും. അപ്പോൾ അധികം ശ്രദ്ധിക്കില്ല, എല്ലാവർക്കും അറിയാമല്ലോ. തിരക്കോട്ട് അത്യാവശ്യം പോകുന്ന ആളുകളുണ്ടാവും. അവർ ആ കുഴിയിൽ വീണാലുള്ള അവസ്ഥ ചിന്തിച്ച് നോക്കും. ഒരു ഫാമിലി ആയിട്ട്, ഇപ്പോൾ നമ്മൾ ആരായാലും, നമ്മൾ ഒറ്റയ്ക്ക് പോകുന്നതായാലും നമ്മൾ ഫാമിലിയായിട്ട് പോകുന്നതായാലും അവസ്ഥ നമ്മൾ ചിന്തിച്ച് നോക്കുന്നു. അതൊക്കെ ഭയങ്കര ഇതാണ് ഇവർ ചെയ്യുന്നത്. സംബന്ധിച്ച് ഇങ്ങനത്തെ റോഡുകളിലെ കുഴികളൊക്കെ ഇവർ ശ്രദ്ധിക്കണം. ഇവർക്ക് ഈ റോഡ് ടാക്സ് മറ്റൊക്കെ ഇവർ നമ്മൾ കൊടുക്കുന്നുണ്ടല്ലോ, ഗവൺമെൻറ്റിലെ ആൾക്കാരും. എന്താ പറയുക, ഇവരുടെ നമ്മൾ ഇതിലെ എല്ലാ ആളുകളും, ഇപ്പോൾ നമ്മൾ ഗവൺമെൻറ് ഇതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ മൊത്തം ഇവർ ക്ലിയർ ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അപേക്ഷ. നമ്മൾ ശരി, പ്രത്യേകിച്ച് മഴക്കാലമാണ്, എല്ലാവർക്കും അറിയാം. നമ്മളിപ്പം വിചാരിച്ചുകൊണ്ട് ബൈക്കിന് തന്നെ, ഇപ്പം ബൈക്കായാലും കാറായാലും ഒന്നും ബ്രേക്ക് പിടിച്ചാലും കിട്ടില്ല. അതുകൊണ്ട് മഴ പെയ്താൽ റോഡ് ഭയങ്കര ഇതായിരിക്കും, സ്ലിപ്പം ഭയങ്കര ചാൻസ് കൂടുതലാണ്. പ്രത്യേകിച്ച് ഈ സാഹചര്യത്തിൽ ഈ കുഴികൾ കൂടി ഉണ്ടായാലും അവസ്ഥകൾ ചിന്തിച്ച് നോക്കും. സംബന്ധിച്ച് നമ്മൾ പറയാതെ ഒരു ഫാമിലി, ഇപ്പോൾ ഈ വഴികളെ കുറിച്ചൊന്നും അറിയാത്തൊരു ആളുകൾ ഫാമിലിയിൽ യാത്ര ചെയ്യുമ്പോൾ ഇവരൊരു ജസ്റ്റ് ഒരു ഇതിന് വേണ്ടിയിട്ട് എടുക്കുകയാണ്. പെട്ടെന്ന് സൈഡുകൾ ഇപ്പോൾ വേറെ ബസ് വരുന്നുണ്ട്, ബസ്സിൻ്റെ സൈഡിൽ കൂടെ ഒരു എടുത്തിട്ട് പോകാൻ വിചാരിച്ചിട്ടുണ്ടാവുക, നേരെ ഇവിടെ കുഴിയിലേക്ക് പോകുമ്പോൾ ആ ബസ് വരെ തട്ടില്ലെന്ന് എന്താ ഉറപ്പ്?
അപ്പോൾ അങ്ങനത്തെ കുറേ ഇൻസിഡൻറ്റ് പറയാൻ പറ്റില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പണിട്ട് പറഞ്ഞെന്നുള്ളൂ. അത് തട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യുക, ആരെ ഉത്തരവാദിത്തം, അതിനാരും ഉത്തരവാദിത്തം പറയും. എല്ലാവരും പറയും ബസ്സുകാരെ വിരിപ്പെടുന്ന് പറഞ്ഞിട്ട് എല്ലാവരും ബസ്സുകാരെ തല്ലാൻ വേണ്ടി പോകും. അറിയാമല്ലോ പറഞ്ഞല്ലേ ഇതിൽ. അപ്പോൾ കുഴികളെ കുറിച്ച് ആരും പറയില്ല. അപ്പോൾ ഈ ഞാൻ പറഞ്ഞ വെച്ചാൽ ഈ കുഴികളെ കുറിച്ച് പറയാം. ഈ കുഴി അത് സംബന്ധിച്ച് വലിയൊരു കുഴിയാണ്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഞാൻ വേണമെങ്കിൽ ഈ വീഡിയോൻ്റെ എല്ലാവരും ഫോട്ടോ ഷെയർ ചെയ്യാം. അതിപ്പം ഞാനിപ്പോൾ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ആ കുഴി ആരോ മൂടി വെച്ചിട്ടുണ്ട്. ഞാനൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ അതേപോലെ ഫോട്ടോ എടുത്ത് നിങ്ങൾക്ക് അയച്ചു തരാം. ഇത് മാങ്കാവ് ലുലുവിൻ്റെ സൈഡിലുള്ളൊരു കുഴിയാണ്. ഇതുപോലെ പല ഭാഗത്തും പല കുഴികൾ ഇതുപോലെ ഉണ്ടാവും. പല ആളുകൾക്ക് അപകടം പറ്റിയിട്ടുണ്ടാവും. അപ്പോൾ ഇതൊക്കെ നമ്മൾ കറക്റ്റ് നമ്മൾ ഷെയർ ചെയ്യണം. ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ അത് അപകടം പറ്റിച്ച് നമ്മളെ കയ്യിൽ നിന്നുള്ള ക്യാഷ് ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ പുറത്ത് യുദ്ധം നടക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലാ സാധനത്തിനും എല്ലാത്തിനും വില കൂടുതലാണ്. അപ്പോൾ നമ്മളിപ്പോഴുള്ള പല ആളുകളും ഇപ്പോൾ ശമ്പളത്തിനായാലും മറ്റുള്ള ഇതെല്ലാം ഡെയിലി ദിവസക്കൂലിക്ക് വർക്ക് ചെയ്യുന്ന ആളുകളാണ്. മാസക്കൂലി വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഇപ്പോഴത്തെ പെട്രോളിൻ്റെ ആയാലും ഡീസലിൻ്റെ ആയാലും അതുപോലെ തന്നെ പലചരക്ക് സാധനമായാലും മറ്റുള്ള പല പല സാധനങ്ങളൊക്കെ വീട്ടാവശ്യം സാധനങ്ങളൊക്കെ വിഭയങ്കര വിലയാണ്, വിലക്കയറ്റാണ്. ഇപ്പം ഇടയ്ക്ക് ഇതുപോലെ എന്തെങ്കിലും അപകടം പറ്റി കഴിഞ്ഞാൽ നിങ്ങൾ ഹോസ്പിറ്റലായുള്ള അവസ്ഥകൾ ചിന്തിച്ച് നോക്കുന്നു. ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ ഇത് ഞാൻ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വീഡിയോയിൽ വന്നിരിക്കുന്നത്. അടുത്ത വീഡിയോ ഞാൻ പെട്ടെന്ന് തന്നെ ചെയ്യും. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം.